മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയോട് കണ്ണനാണെങ്കിൽ അച്ഛൻ മരിച്ച രാത്രിയിലെ ആ കഥയെക്കുറിച്ച് പറയുകയാണ്. അന്ന് മഹിക്ക് വെറും 5 വയസ്സ്. അന്ന് അവൾ ഞങ്ങളുടെ ആക്സിഡന്റിന് ശേഷം അച്ഛ രക്ഷിക്കെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പറഞ്ഞു. പക്ഷെ അയാൾ അത് കേട്ടില്ല. എന്റെ കയ്യിൽ നിന്നും തെറിച്ചു വീണ അയ്യപ്പ വിഗ്രഹമായിരുന്നു മഹിയുടെ കയ്യിലേക്ക് കിട്ടിയത്. അതെനിക്ക് തന്നത് സിദ്ധയായിട്ടുള്ള ഒരു അമ്മയായിരുന്നു. ദൈവത്തിന്റെ നിയോഗമാണമ്മേ എന്നെയും മഹിയെയും ചേർത്ത് വെച്ചത്. വർഷങ്ങൾക്കിപ്പുറം ഞങ്ങൾ വിവാഹിതരായി, ഞങ്ങൾക്ക് ഇപ്പൊ ഇതൊരു കുഞ്ഞുണ്ടായി. പക്ഷെ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും ശ്രമിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ മോനെ, മോൻ വിഷമിക്കാതിരിക്കുക. ഇപ്പൊ മോൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സിനിമാ കഥ പോലെ കേട്ടിരിക്കാനാണ് അമ്മയ്ക്ക് പറ്റുന്നുള്ളൂ. എന്നാലും എന്റെ കൂടെയുള്ള എന്റെ അനിയൻ നന്നാവുന്നില്ലല്ലോ. അമ്മയ്ക്കിപ്പോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അച്ഛന്റെ മരണത്തോട് കൂടിയിട്ട്. അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവന് അന്ന് അച്ഛന്റെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അച്ഛനെ കണ്ട ഓർമ്മ പോലും അവനുണ്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ കണ്ണം പറയുമ്പോൾ അവിടേക്ക് കരുണയാണെങ്കിൽ ബാഗ് തൂക്കിക്കൊണ്ട് വരികയാണ്. ആ വരുന്നുണ്ട് സാത്താന്റെ സന്തതി എന്നിങ്ങനെ ദുർഗ പറയുമ്പോ കണ്ണനാണെങ്കിൽ ഒന്ന് പാളി നോക്കുകയാണ്. കരുണ പറയുകയാണ് ഞാൻ പോവുകയാണെന്ന്. എങ്ങോട്ടാടി നീ പോകുന്നത്? അവിടെ നിൽക്കടി എന്ന് പറഞ്ഞ് ദുർഗയാണെങ്കിൽ കരുണയെ ചോദ്യം ചെയ്യുകയാണ്. ഇനി പറ, നീയും കൂടി അറിഞ്ഞിട്ടാണോ AC-യിൽ വിഷവാതകം നിറച്ചത്? അന്ന് നീ ഉണ്ണി ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു എന്നിങ്ങനെ കരുണ പറയുകയാണ്. അങ്ങനെ ഒന്നും ചോദിക്കുക പോലും ചെയ്യാതെ ദുർഗയാണെങ്കിൽ കരുണയുടെ ചെകിടത്ത് നോക്കി ഒരടി കൊടുക്കുകയാണ്. അങ്ങനെ കരുണയാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. ഈ അടി എന്തിനാ നിനക്കറിയോ? നിന്റെ ഭർത്താവ് തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പോകുമ്പോൾ അത് തിരുത്താതെ കൂട്ടു നിൽക്കുന്നതിനും. ഇനിയെങ്കിലും നിനക്കൊക്കെ നന്നായിക്കോട്ടെടി കൊലയാളിയുടെ മോളെ. നിനക്ക് നിന്റെ ഭർത്താവിനെ നന്നാക്കിക്കൂടെ? കണ്ണനെയും മഹാലക്ഷ്മിയെയും സ്നേഹിച്ച് ചേർത്ത് പിടിച്ചോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ ഭർത്താവ് പറഞ്ഞപ്പോ അതിനെ കൂട്ടുനിന്നു, അത്ര മാത്രം. അയാളുടെ കൃപ കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ ജീവിച്ചു പോകുന്നത്. അപ്പൊ പിന്നെ എനിക്ക് അയാൾ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരുമല്ലോ. എന്ത് അയാളുടെ കൃപയോ? ഉണ്ണിയുടെ കൃപ കൊണ്ടാ നീ ഇവിടെ ജീവിച്ചു പോകുന്നതെന്ന് ആരാ പറഞ്ഞ്? ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരും കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കൃപ കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പൊ പിന്നെ അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ഈ വീട്ടിൽ ആരും ചെയ്യരുതെന്നൊക്കെ ദുർഗ പറയുമ്പോ ഇല്ല, ചെയ്യുന്നില്ല, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക. ആരാന്ന് വെച്ചാ എന്താന്ന് വെച്ചാ ആയിക്കോ. ഡി, ഉണ്ണി ഇപ്പോ അവിടെ തളർന്നു കിടക്കുകയല്ലേ? അവരെ വിട്ടിട്ടാണോ നീ പോകുന്നേ? അതെ, ഞാൻ പോകുന്നു. എങ്കിലേ നിന്റെ മുത്തശ്ശിയോട് പറ, കവളത്തെ ഈ പാട് കാണിച്ചിട്ട് നിന്റെ അമ്മായിയമ്മ ആട്ടി ഇറക്കിയെന്ന്. നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടതിൽ എനിക്ക് യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ നീ ഇറങ്ങി പോകുന്നുണ്ടല്ലോ, തിരിച്ചു വരണ്ടടി എന്നൊക്കെ പറയുമ്പോ കരുണയാണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം കണ്ണം പറയുന്നുണ്ട് അവരെ ഒന്ന് നന്നാക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല അമ്മയെന്ന്. അറിയാം മോനെ, പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഉണ്ണി നേരാവത്തതിലാണ് എന്റെ വിഷമം എന്നൊക്കെ പറയുമ്പോൾ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ അവന്റെ അമ്മാവന്റെയും പിന്നെ അമ്മാവന്റെ വാക്കുകൾ കേട്ട് നടന്ന അമ്മയുടെയും ഉപദേശം കിട്ടിയിട്ടാണല്ലോ അവൻ വളർന്നത്. സ്വത്തിനോടും പണത്തിനോടും മാത്രമേ അവന് ആർത്തിയുള്ളൂ. അതുകൊണ്ട് അവനെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല. ഇനി അവൻ നന്നാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അമ്മ ആത്മാർത്ഥമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്താനൊന്നും നിൽക്കേണ്ട എന്നൊക്കെ കണ്ണൻ പറയുമ്പോൾ ദുർഗയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നു. അങ്ങനെ കണ്ണൻ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് മറുപടി പറയാൻ പറ്റുമോ? എന്താ മോനെ, ഉണ്ണിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ അമ്മയ്ക്ക് യാതൊരു വിഷമവും ഇല്ലേ? ഉണ്ട് മോനെ, വിഷമുണ്ട്. എന്റെ സ്വന്തം മോനാണല്ലോ അവൻ. പക്ഷെ സത്യത്തിൽ അതിനേക്കാൾ സന്തോഷം മോൻ നടന്നു തുടങ്ങിയതിലാണ്. എനിക്ക് ഒരേ സമയം സന്തോഷവും സങ്കടവും എന്ന് വേണമെങ്കിൽ പറയാം. അമ്മേ, സത്യത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത്. മാർക്കോ ഞാൻ ICUവിൽ ബോധമില്ലാതെ കിടക്കുന്ന സമയത്താണ് ഉണ്ണിയെ കയറി പെരുമാറിയിരിക്കുന്നത്. പിന്നെ വീൽ ചെയറിലാണെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ സാരല്ല മോനെ, അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും അവൻ മാറിയില്ലെങ്കിൽ അവൻ ഇതിനേക്കാൾ വലുത് മാർക്കോ കൊടുക്കുമെന്നും ഈ അമ്മയ്ക്ക് അറിയാം. അമ്മേ, മാർക്കോ ലോപ്പസ് ഒക്കെ തന്നെ എന്റെ കൂടപ്പറപ്പുകളെ പോലെയാണ്. ഉണ്ണി എന്നെ വെറുക്കുമ്പോൾ അവരെന്നെ സ്നേഹിച്ച് കൂടെ നിർത്തി. അതാണ് അമ്മേ അവരുടെ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അറിയാം മോനെ, അമ്മയ്ക്ക് എല്ലാം അറിയാം. അങ്ങനെ ദുർഗയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. കണ്ണനാണെങ്കിൽ ദുർഗയുടെ ആത്മാർത്ഥത മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാലും അവനങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദുർഗ പിന്നീട് പോകുന്നത് നേരെ ഉണ്ണിയുടെ റൂമിലേക്കാണ്. അങ്ങനെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നുണ്ട്. എന്തിനാടാ മോനെ നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? കണ്ണനെയും മഹാലക്ഷ്മിയും സ്നേഹിച്ചൂടെ? നിനക്ക് അവര് വേണ്ടതൊക്കെ തരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളുമായിട്ട് സന്ധ്യയോടൻ അമ്മ എന്നോട് പറയണ്ട. ഇനി ഈ കിടക്കയിൽ നിന്ന് നീച്ചാലും ഒരവസരം വന്നാൽ ഞാൻ അയാളെ കൊല്ലാൻ നോക്കുമെന്നൊക്കെ പറയുമ്പോ എടാ നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? നിന്റെ അച്ഛന്റെ മരണം അറിഞ്ഞിട്ടെങ്കിലും നിനക്ക് മാറിക്കൂടെ? നിന്റെ അച്ഛന്റെ കൊലയാളിയുടെ മകളെയാണ് നീ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മ എന്താ പറയുന്നത്? ഞാനും അവളും തമ്മിലുള്ള ബന്ധം പിരിയണമെന്നാണോ എന്നിങ്ങനെ ഉണ്ണി ചോദിക്കുമ്പോ എടാ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിലും പറ്റില്ല. കാരണേ ഇപ്പോ അവളുടെ ദയയില ഞാൻ കഴിഞ്ഞു പോകുന്നത്. അവൾക്ക് പോലും അറിയില്ല അവളുടെ മുത്തശ്ശി സ്വർണങ്ങളും സ്വത്തുക്കളും എന്റെ പേരിലാക്കിയ കാര്യം. അതൊക്കെ ഉള്ളത് കൊണ്ട് ഇനി എനിക്ക് അങ്ങോട്ട് ജീവിക്കാം. എടാ മോനെ, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ സ്വത്തുക്കളെ മാത്രം സ്നേഹിക്കുന്നത്? ദേ നോക്ക്,
നീ ഇനിയെങ്കിലും മാറി ചിന്തിക്കടാ. അമ്മയുടെ മോൻ, അമ്മ പറയുന്നത് പോലെ കേക്ക്. വെറുതെ അവരെ ദ്രോഹിച്ചിട്ട് നിനക്കൊന്നും നേടാനില്ല. മഞ്ജു ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? പക്ഷെ മഞ്ജു കണ്ണനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണൻ അവളെ തിരിച്ചെത്ര നല്ല രീതിക്കാ പരിഗണിക്കുന്നത്. അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്തില്ലേ? എനിക്ക് അയാളുടെ അങ്ങനെ ഭിക്ഷയൊന്നും വേണ്ട. എടാ, ഭിക്ഷയല്ലെന്നേ. കണ്ണൻ നിനക്ക് വേണ്ടതൊക്കെ തരും. പക്ഷെ നീ എങ്ങനെ അവരെ കൊല്ലാൻ നടക്കുന്നതിൽ എന്ത് ഉദ്ദേശമുള്ളത്? അല്ലെങ്കിൽ നിനക്ക് എന്ത് നേട്ടമുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നേട്ടമൊന്നുമില്ല. പക്ഷെ അയാളും അയാളുടെ കുഞ്ഞും അയാളുടെ ഭാര്യയും സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ അമ്മേ. ഞാൻ എന്തായാലും അവരെ കൊന്നിരിക്കുമെന്നൊക്കെ പറയും. എങ്കിൽ പിന്നെ മാർക്കോ, നിന്റെ ഒരു കാലേ ഒടിച്ചിട്ടുള്ളൂ. ഇനി നിന്നെ ജീവൻ എടുക്കുന്നൊക്കെ പറയുമ്പോ ആ എടുത്തോട്ടെ. അവർക്ക് അതാ സന്തോഷമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. പക്ഷെ എന്റെ ശ്രമങ്ങൾ ഞാൻ ഒരിക്കലും നിർത്തില്ല എന്നൊക്കെ പറയാണ്. എടാ, നീ ആ വാമദേവനെയും മേഘനാഥന്റെയൊക്കെ കാര്യം ആലോചിച്ച് നോക്കും. ആകെയുള്ള വരുമാനമായിരുന്നു കണ്ണന്റെ ക്യാഷ്. അത് നിലച്ചു. ഇനി നിന്റെയും നിലയ്ക്കുമെന്നൊക്കെ പറയുമ്പോ നിലച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അയാളുടെ ഭിക്ഷ വേണ്ടെന്ന്. നോക്ക്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി നീ കണ്ണനെയും മഹാലക്ഷ്മിയെയും ദ്രോഹിക്കാനോ കൊല്ലാനോ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വിഷം നിന്ന് ഞാൻ നിന്നെ കൊല്ലുമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അമ്മ അമ്മ ആത്മാർത്ഥമായി തന്നെയാണോ അയാളെ സ്നേഹിക്കുന്നത്? അമ്മയുടെ സ്നേഹത്തിൽ യാതൊരു കലർപ്പുമില്ല. പെട്ടെന്ന് എങ്ങനെയാ അമ്മയ്ക്ക് അയാളെ സ്നേഹിക്കാൻ കഴിയുന്നത്? ഞാൻ ആത്മാർത്ഥമായി തന്നെയാണ് മോനെ അവനെ സ്നേഹിക്കുന്നത്. ഒന്ന് പറഞ്ഞാൽ നിന്നേക്കാൾ കൂടുതൽ ഞാൻ ഇപ്പോ കണ്ണനെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ അവനെ ഒരുപാട് സ്നേഹിച്ചതാണ്. പക്ഷെ നിന്റെ അമ്മാവന്റെ വാക്ക് കേട്ടിട്ടായിരുന്നു ഞാൻ മാറിയത്. ഇപ്പോ അന്ന് സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ കണ്ണനെ സ്നേഹിക്കുന്നു. മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും കണ്ണനെയും ഞാൻ ചേർത്ത് പിടിച്ചിരിക്കും. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛന്റെ മരണം പറഞ്ഞിട്ടും ഞാൻ മാറിയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ മാറില്ല, മനുഷ്യനാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. എന്നാലും ഉണ്ണിയുടെ മനസ്സിലൊന്നും അത് തട്ടുന്നു പോലുമില്ല. പിന്നീട് മോഹിനിയാവട്ടെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് മുത്തശ്ശി വരികയാണ്. എടി, നിന്റെ ഇളയ മോൾ പ്രഗ്നന്റ് അല്ലേ? അവൾക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തോടെ എന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ എന്റെ മഹിമോൾ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പായിട്ട് കരുണയാണല്ലോ ആയത്. അന്നൊക്കെ ഞാൻ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണല്ലോ. പക്ഷെ എനിക്കിപ്പോ എന്തോ ആ കമലേശ്വരം വീട്ടിലേക്ക് പോവാൻ തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ പലഹാരമൊക്കെ ഉണ്ടാക്കി തരാം, അമ്മ കൊണ്ട് കൊടുത്തോ. ഓ, മൂത്തമോള് കുഞ്ഞുമായിട്ട് വന്നാൽ നീ അങ്ങോട്ട് പോവില്ലേ? അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. പക്ഷേ അവിടേക്ക് പോണെങ്കിലേ മരുമകൻ നല്ലതാവണം. പിന്നെ അവിടെ ഇപ്പൊ ഉള്ളത് ഉണ്ണിയല്ലേ? അവൻ ഒരിക്കലും കരുണമോളെ സ്നേഹിക്കുന്നില്ല. അങ്ങനെയുള്ള മരുമകനെ എനിക്ക് കാണണ്ട. പലഹാരങ്ങൾ ഉണ്ടാക്കി തരുന്നില്ല എന്നല്ലേ പരാതി? ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ മുത്തശ്ശിയോട് അധികം വഴക്കുണ്ടാക്കാതെ ഒഴിഞ്ഞു മാറുകയാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ഓട്ടോയുടെ സൗണ്ട് കേട്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. കരുണ വരുന്നത് കാണുകയാണ്. മോളെന്താ ഒന്നും പറയാതെ പെട്ടെന്നൊരു വരവ്? അങ്ങനെ കരുണ അകത്തേക്ക് കയറി വരുമ്പോ എന്താ മോളെ പെട്ടെന്ന്? എന്താന്നോ? പെട്ടെന്നാണ് മുത്തശ്ശി ആ ഒരു പാട് ശ്രദ്ധിക്കുന്നത്. എന്താ മോളെ കർണത്തൊരു പാട്? എനിക്ക് എന്നെ തല്ലിയതിൽ വിഷമമൊന്നുമില്ല. അതിന് നിന്നെ ആര് തല്ലിയെന്നാ? ഇതെന്താ വരണവരും പോണവരൊക്കെ നിന്നെ തല്ലുക? എന്താ ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യപ്പെടുമ്പോ ദേ, അയാളെ ആ കമലേശ്വരത്തിലെ വല്യേട്ടൻ നടന്നു തുടങ്ങി. ആ ഉണ്ണിയുണ്ടല്ലോ, അവൻ വീൽ ചെയറിലായി എന്നൊക്കെ പറയുമ്പോ അയ്യോ, ഉണ്ണിക്കുട്ടൻ എന്ത് പറ്റി? അവിടേക്ക് മോഹിനിയും എത്തുന്നുണ്ട്. അതെന്താ മുത്തശ്ശി, ഉണ്ണിക്കുട്ടൻ എന്ത് പറ്റിയെന്ന് അറിയാൻ മാത്രം ഇത്ര ആകാംക്ഷ? ആ വല്യേട്ടൻ നടന്നു തുടങ്ങിയ കാര്യം പറഞ്ഞപ്പോ മുത്തശ്ശിയുടെ മുഖത്ത് ഒരു ഞെട്ടലില്ലല്ലോ. അങ്ങനെ മോഹിനിയാണെങ്കിൽ മുത്തശ്ശി നിന്ന് പരിങ്ങുന്നത് കാണുമ്പോൾ പറയണം, എങ്ങനെ ഞെട്ടും? കാരണം നിന്റെ മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം കണ്ണൻ നടന്നു തുടങ്ങി എന്നുള്ള കാര്യം. മുത്തശ്ശിക്ക് മാത്രമല്ല നിന്റെ അച്ഛനും അറിയാം. ഇതിനു മുന്നേ തന്നെ അവര് സത്യം അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. മുത്തശ്ശി, അപ്പൊ ഈ സത്യം അറിഞ്ഞിട്ട് എന്നോട് മറച്ചു പിടിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ മോളെ, നിന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം പോലും തുറന്നു പറയാനായിട്ട് ഈ മുത്തശ്ശിക്കോ നിന്റെ അച്ഛനോ കഴിയില്ല. പിന്നെ എങ്ങനെയാ മോളെ ഈ അപ്രീത സത്യം ഞാൻ നിന്നോട് തുറന്നു പറയാം എന്നൊക്കെ ചോദിക്കുമ്പോൾ കരുണയാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. ആ, എല്ലാവരും ചേർന്ന് എന്റെ അടുത്ത് എല്ലാം മറച്ചു വെച്ചു. അല്ല മോളെ, എങ്ങനെയാ ഈ ഉണ്ണി വീൽ ചെയറിലായത്? അതോ അതൊരു കഥയാ? അല്ല, എന്താ കാര്യം പറയും? എന്താന്നോ? അവൻ അവന്റെ ഏട്ടനെ കൊല്ലാൻ നോക്കി, AC-യിൽ വിഷവാതകം നിറച്ച്. ഇത് കേട്ട് മോഹിനിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അയ്യോ, അതെന്തിനാ അങ്ങനെ ചെയ്തത്? ആ, എന്നിട്ടെന്താ? ആ മാർക്കോ കേറി ഉണ്ണിയുടെ കാല് അങ്ങോട്ട് തല്ലി ഒടിച്ചു. ഇപ്പൊ തൂങ്ങിക്കൊണ്ട് നിൽക്കുന്ന കാല്. ആ കാലും വെച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്കൊന്നും വയ്യ അയാളെ നോക്കാൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോന്നു. ഇനിയുള്ള കാലേ എനിക്ക് അയാളോടൊപ്പം ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോ വീൽ ചെയറിലുള്ള ആളെ ഭർത്താവിനെ വിട്ടിട്ടാണോടി നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ വീൽ ചെയറിലായിട്ടും അല്ലെങ്കിലും അയാളെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അയാളെ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ മുത്തശ്ശിയുടെ കൂടെ മുത്തശ്ശിയുടെ വീട്ടിൽ ജീവിച്ചോളും എന്ന് പറയുമ്പോൾ മോളെന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മോളുടെ വീടല്ലേ ഇത്, ഇവിടെ ജീവിച്ചോടെ എന്നൊക്കെ ചോദിക്കുമ്പോ ഇവിടെ ജീവിച്ചാലേ ഈ അമ്മ എന്ന് പറയുന്ന എന്റെ സ്ത്രീയുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും അറിയാതെ ഇവരാണെങ്കിൽ എന്നെ ഡെയിലി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇവിടെ സമാധാനം കിട്ടില്ല. മുത്തശ്ശിയുടെ വീടാകുമ്പോ ആ പ്രശ്നമില്ലല്ലോ. മുത്തശ്ശിയുടെ സ്വന്താണല്ലോ ഇത്. എന്റെ അച്ഛന്റെയും ഇവരുടെയും കൂട്ട് സ്വത്താണല്ലോ എന്നൊക്കെ കരുണ പറയുന്നു.
അപ്പോഴും മുത്തശ്ശിയാണെങ്കിൽ സത്യങ്ങൾ തുറന്നു പറയുന്നില്ല. ഉണ്ണിയുടെ പേരിലേക്ക് വീട് മാറ്റി എഴുതിയ കാര്യം. അങ്ങനെ കരുണ പറയുന്നുണ്ട്, ഞാൻ എന്തായാലേ ഇപ്പൊ വരാം, എനിക്ക് ഒരിടം വരെ പോവാനുണ്ട്. മോളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? എന്റെ അച്ഛനെ കാണാനായിട്ട്. എല്ലാം അറിഞ്ഞിട്ടും എന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചില്ലേ, അത് ചോദിക്കണമെന്ന് പറയുമ്പോ, മോളെ നീ ഒറ്റയ്ക്ക് പോവല്ലേ, ഞാനും കൂടി ഉണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ അത് കേൾക്കാതെ പോകുന്നുണ്ട്. ഓ, ആ കണ്ണൻ വീൽ ചെയറിലെങ്കിലും ആയിരുന്നെങ്കിൽ എന്തൊരു സമാധാനമായിരുന്നു. ഇതിപ്പോ എന്റെ മോൾക്ക് ആകെപ്പാടെ ഒരു സന്തോഷമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ സങ്കടത്തോടെ നിൽക്കുമ്പോൾ മോഹിനിയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അവള് അന്ന് ഇവിടെ നിന്നും പോകുമ്പോ എന്താ പറഞ്ഞത്? കണ്ണനെയും മഹാലക്ഷ്മിയും ആ വീട്ടിലുള്ളവരെയൊക്കെ സ്നേഹിക്കാമെന്നല്ലേ? നിങ്ങളുടെ കൊച്ചുമോൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അവളുടെ ഈ ക്രൂരതയ്ക്ക് കാരണങ്ങൾ നിങ്ങൾ തന്നെയാണ്. അവളോട് ആദ്യം മാറാൻ പറയ്. നല്ലൊരു ഭാര്യയാകാനും ഒരു കുഞ്ഞിന്റെ അമ്മയാകാനൊക്കെ അവളെ കൊണ്ട് സാധിക്കുമോ എന്ന് ആദ്യം നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ നിന്നും പോകുന്നു. ഈ സമയം മുത്തശ്ശിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തുടർന്ന് കണ്ണന് മരുന്നൊക്കെ എടുത്തു കൊടുക്കുകയാണ് ദുർഗ. കണ്ണനാണെങ്കിൽ സംശയത്തോട് കൂടിയിട്ട് ദുർഗയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? അമ്മയുടെ മാറ്റത്തിൽ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. 101% വിശ്വസിക്കുമ്പോഴും പെട്ടെന്നാണല്ലോ തിരിച്ചടി ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് കൊണ്ട് അമ്മയ്ക്കൊന്നും തോന്നരുത്. അമ്മ അഭിനയിക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോ, മോനെ എന്റെ തെറ്റൊക്കെ ഞാൻ ഏറ്റു പറഞ്ഞതാണ്. ഇനിയും അമ്മയ്ക്ക് ഇത് എങ്ങനെ ബോധ്യപ്പെടുത്തേണ്ടതെന്ന് അറിയുന്നില്ല. പക്ഷെ ഇനി ഞാൻ ചെയ്ത തെറ്റിനൊക്കെ പ്രായശ്ചിതമായിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കും. ഒരു കാലത്ത് നിനക്ക് ഞാൻ മരുന്ന് മാറ്റി തന്നിട്ടുണ്ട്. പക്ഷെ ഇനി അങ്ങനെയൊന്നും ഈ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലടാ. അങ്ങനെ ചെയ്താൽ ഞാൻ ഒരിക്കലും ഒരു മനുഷ്യ സ്ത്രീയല്ല. അതുകൊണ്ട് മോൻ അമ്മയെ വിശ്വസിക്കാമെന്നൊക്കെ പറയുമ്പോൾ, അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്ന് ഇങ്ങനെ പറയുകയാണ്. അറിയാം മോനെ, അമ്മയ്ക്കെല്ലാം അറിയാം. സാരല്ല, ഇതൊക്കെ അമ്മ കേക്കയുടെ ചോദ്യങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ സ്വയം സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കുന്ന നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്